രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ തോന്നാം സ്ത്രീകളെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെ ഒരിക്കലുമല്ല. നമ്മുടെ സമൂഹത്തിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. ചില സ്ത്രീകൾ മോശം രീതിയിൽ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് സമൂഹം ഒരു പേരിടുന്നുണ്ട്. എന്തു പറയുക, വേശ്യസ്ത്രീ അല്ലെങ്കിൽ വ്യഭിചാരി അല്ലെങ്കിൽ വെടി എന്നൊക്കെ. അപ്പോൾ ഇവരുടെയൊക്കെ മക്കൾ അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആളുകൾ ആ ഒരു കണ്ണിൽ ഇവരെ കാണത്തുള്ളൂ. അപ്പോൾ അവരെ കാണുമ്പോൾ പറയും, ആ വെടിയുടെ മകൻ പോകുന്നു, അല്ലെങ്കിൽ ആ പോക്കീസിൻ്റെ മകൻ പോകുന്നു. ഇത് അവർ കേൾക്കുമ്പോൾ ആ കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക വേദന അല്ലെങ്കിൽ അവർ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ, അതൊക്കെയാണ് ഞാൻ ഈ കഥയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ നമ്മളൊക്കെ കാണാറുണ്ട്, കാമുകൻ്റെ ഒപ്പം ജീവിക്കാൻ വേണ്ടി കുട്ടിയെ കല്ലിലെറിഞ്ഞു കൊല്ലുന്നു, അല്ലെങ്കിൽ പ്രസവിച്ചുകൊണ്ടേ കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം കാമം മാത്രമാണ്. അപ്പോൾ കാമം എന്ന് പറയുന്ന ആസക്തി നശിപ്പിച്ച ജീവിതങ്ങളിലെ ഒരു കഥയാണ് ഞാനിവിടെ വരച്ച് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്നവരാരും സ്ത്രീകളെ മോശമായിട്ട് ചിത്രീകരിച്ചു എന്ന് കരുതരുത്. ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ ഒരു ജീവിത രീതികളുടെ ഒരു ഭാഗം മാത്രമാണ്. തൊട്ടു പിന്നാലെ സണ്ണിക്കുട്ടിയും വീട്ടിലെത്തി. സന്ദീപ് അങ്കിൾ യാത്ര പറഞ്ഞിറങ്ങി. സണ്ണിക്കുട്ടിയും ജോയ്ക്കുട്ടിയും അമ്മച്ചി ഉണ്ടാക്കി വെച്ച പാൽക്കൊടുക്കട്ട ആസ്വദിച്ചു കഴിച്ചു. സമയം സന്ധ്യയായി. കുളിച്ചു വന്ന് മെഴുകുതിരി കത്തിച്ച് അതിനു മുമ്പിൽ പ്രാർത്ഥിക്കാനിരുന്നു ജോയ്ക്കുട്ടിയും സണ്ണിക്കുട്ടിയും. പ്രാർത്ഥനയുടെ ഇടയിലും ജോയ്ക്കുട്ടിയുടെ കണ്ണുകൾ ആരെയോ തിരയുന്നുണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, അപ്പൻ മാത്യൂസിനെയാണ്. കൂലിപ്പണിക്കാരനായ അപ്പൻ വൈകിട്ട് പണി കഴിഞ്ഞു പലഹാരങ്ങളുമായി വരും. അപ്പൻ്റെ സൈക്കിൾ വീടിനടുത്തെത്തുമ്പോൾ ബെല്ലടിക്കുന്നത് കേൾക്കാൻ സാധിക്കും. ആ ബെല്ലൊച്ചയ്ക്ക് കാതോർത്തിരിക്കുകയാണ് ജോയ്ക്കുട്ടി. ഇനി നമുക്ക് ജോയ്ക്കുട്ടിയുടെ അപ്പൻ മാത്യൂസിനെ പരിചയപ്പെടാം. നാട്ടിലെ പ്രശസ്തമായ തറവാട്ടിലെ മൂത്ത മകനായിരുന്നു മാത്യൂസ്. ചെറുപ്പത്തിൽ പിതാവിൻ്റെ സ്വത്തിൽ അഹങ്കരിച്ച് ജീവിച്ചിരുന്ന മാത്യൂസ് ധൂർത്തപുത്രനായി ജീവിച്ചു. ആ യാത്രക്കിടയിലാണ് മാത്യൂസ് ലില്ലിക്കുട്ടിയെ കണ്ടുമുട്ടുന്നത്. തുടർന്ന് ഇരുവരും പ്രണയത്തിലായി. ലില്ലിക്കുട്ടി മുക്കുവ ക്രിസ്ത്യാനി ആയതുകൊണ്ട് പ്രമാണിമാരായ മാത്യൂസിൻ്റെ കുടുംബക്കാർ അവരുടെ ബന്ധം അംഗീകരിക്കാൻ തയ്യാറായില്ല. മരക്കയത്തിയെ കെട്ടിക്കൊണ്ടുവന്നാൽ തറവാട്ടിൽ കേട്ടില്ല എന്ന് മാത്യൂസിൻ്റെ അപ്പൻ പറഞ്ഞു. ധൂർത്തപുത്രനായ മാത്യൂസ് ഇതൊന്നും ചെവിക്കൊണ്ടിരുന്നില്ല. അവൻ ലില്ലിക്കുട്ടി വിവാഹം കഴിച്ചു. അതോടുകൂടി മാത്യൂസ് തറവാട്ടിൽ നിന്നും പുറത്തായി. തുടരും.